അറിഞ്ഞില്ലേ മമ്മൂട്ടിയെ വെച്ച് അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോലെ എന്തൊരു മമ്മൂട്ടിയെ വെച്ച് പഴയ അങ്ങാടിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോണെന്നാ? അടിപൊളി പടമായിരിക്കും. പറയാനുണ്ടോ? നമ്മുടെ ലാലേട്ടന്റെ പുതിയ പടങ്ങളൊന്നും ഇറങ്ങിയില്ലേ? ലാലേട്ടന്റെ അലിബായി ഇറങ്ങിയതല്ലേ? അതിനു മുമ്പ് ഹലോ ഇറങ്ങിയായിരുന്നു. നമ്മുടെ ദിവ്യാണി കുഞ്ഞുണ്ടായി. കല്യാണം കഴിഞ്ഞു. അത് കുറെ കാലായില്ലേ? നമ്മുടെ ദിലീപല്ലേ അവിടെ കെട്ടിയോ? അമ്മേ അപ്പൊ വിചാരിച്ച പോലല്ലോ. വരട്ടെ. ഓക്കെ മാതാജി, പോയിട്ട് വരാം. എല്ലാവരോടും പറഞ്ഞു, വൈശാലിയോട് പറയുന്നില്ലേ? പറയുന്നില്ല. എന്തേ? നാളെ വൈശാലി എന്റെ കൂടെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അത്രയ്ക്ക് കോൺഫിഡൻസാ? അല്ലെങ്കിൽ നോക്കൂ. ശുക്രിയ. നോ നോ. ശരി, ബൈ ബൈ. ബൈ. സീഡിയോ വണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വേഗമാട്ടെ, ഇല്ലെങ്കിൽ ഡൽഹിയിൽ എത്തുമ്പോ നമ്മളെരോട് ലേറ്റ് ആകും. ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? വല്ലാത്തൊരു വിഷമം. ആ കുട്ടി വരുമെന്ന് തോന്നുന്നില്ല. വൈശാലി! വൈശാലി! ഞാൻ തിരിച്ചു പോവാ. ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീ വരുന്നോ ഇല്ലയോ? എടീ, നീ വലിയ മിസ്യൂസ് വിചാരിച്ചോ? ആ സന്യാസിമാരുടെ ഇടയിൽ കിടന്ന് എന്റെ ജീവൻ നശിച്ചു പോവുകയുള്ളൂ. ഇനി ഞാൻ വിളിക്കില്ല. അല്ലെ നിക്കട്ടെ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഇനി എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, അവള് വരില്ല. എനിക്കതറിയാം. അതോ ആ കുട്ടി വന്നാലോ? ഇനി അവള് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട. എനിക്ക് ഉറപ്പാ. മകർ ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് പോവാം. വാ, ഞാൻ വണ്ടിയുടെ മോളിൽ കാണും. മോളിൽ എന്തിനാ കയറുന്നത്? അകത്ത് സ്ഥലമുണ്ട്. അവള് വന്നില്ലോ, ഇനിയിപ്പോ എവിടെ കയറിയില്ല. നിങ്ങൾ വണ്ടി കയറി, ഞാൻ പോവാം. നിങ്ങൾ സമയങ്ങളാണ് വരണ്ട. അവള് വലിയ സന്യാസിനിയല്ല, ഇവിടെ ഇങ്ങനെ തപസ് ചെയ്തോണ്ടിരിക്കട്ടെ. എനിക്കെന്താ, വണ്ടി വിടറാ. ഞാനല്ല സാർ, ഞാനല്ല. എന്റെ പേര് ഗോവിന്ദൻ എന്നാ. ഞാൻ ബാലഗോപാലല്ല. എടാ, ബാലഗോപാലനോട് ഇപ്പോഴും ഇങ്ങോട്ട് വരരുന്ന് പറയടാ. കണ്ണി കാണുന്നവരൊക്കെ പിടിച്ച് ബാലഗോപാലനാണെന്ന് പറഞ്ഞവർ തലതല്ലി പൊട്ടിക്കുവാടാ. എന്താടാ, എന്ത് പറ്റി? ഓഫീസിൽ നിന്ന് വിളിച്ചത്. ബാലു ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്ന അപകടമാ. അയ്യോ, എന്നെ എവിടെയെങ്കിലും വീണ് പോയായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കടാ. ഹലോ, ഞാൻ തീരുമാനം മാറ്റിയടാ. നിങ്ങൾ വെക്കോ. എന്റെ പെണ്ണിനെയും കൊണ്ടല്ല ഞാൻ നാട്ടിലേക്കില്ല. എന്റെ പേര് ഗോവിന്ദൻ എന്നാ സാർ. ഞാൻ हेलो एप्पल, यह क्या कर रहे हो? जब से तुझे देखा है नींद नहीं आती. चल चल रे. यह क्या कर रहे हो? जब से तुझे देखा है नींद नहीं आती. चल चल रे.
എന്റെ അടുത്തേക്ക് വന്നപ്പോ ഇവര് തടഞ്ഞല്ലേ? ഇവരല്ലേ? പിന്നെ ബാലഗോപാൽ എങ്കേ? വൈശാലി, വൈശാലി നിക്ക്, വൈശാലി നിക്കാൻ. വരാൻ ലേറ്റ് ആയല്ലേ? വരാൻ ലേറ്റ് ആയതല്ലേ എന്ന്. അപ്പൊ നീ എന്റെ അടുത്തേക്ക് വന്നതല്ലേ? നീ വന്ന എന്റെ അടുത്തേക്കല്ലേ? നീ വന്ന് ഞാൻ വിളിച്ചിട്ടല്ലേന്ന്? പിന്നെ എന്തിനാ നീ വന്നത്? എന്റെ അടുത്തേക്ക് വന്നത് നിനക്കറിയോ? എന്റെ അടുത്തേക്ക് നീ വന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിളിച്ചിട്ടാ നീ വന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ കള്ളം പറയരുത്. എന്നോട് സത്യം പറ. നീ എന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ? ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതുമല്ല. തിരിച്ചു പോ. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. തിരിച്ചു പോ. തിരിച്ചു പോകാൻ. എന്തുകൊണ്ടാ കഴിയാത്തത്? എന്തുകൊണ്ടാ കഴിയാത്തത്? ഒരു കാരണം ഉണ്ടാവല്ലോ. പറയൂ. ഫോൺ ചെയ്, ഫോൺ ചെയ്, ഫോൺ ചെയ്. ട്രൈ ചെയ്, ട്രൈ ചെയ്. വൈശാലി നിക്ക. ഫോൺ എടുക്ക. ഏയ്, എന്താണ് നിന്റെ പ്രശ്നം? ഏയ്, നീ എങ്ക ഇരിക്കടാ? കാര്യം പറയടാ. സീക്രം നീ വാടാ. എന്തിനാടാ? ഉന്നെ തല്ലി കൊല്ലാൻ. എനിക്കിവിടെ കുറച്ച് പണി കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. വന്ന ഉടനെ കണ്ടേക്കാം. പിന്നെ എന്റെ ഫോണിലെ ക്യാഷ് തീരാറായി. ഞാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാകാതിരിക്കണമെങ്കിൽ എന്റെ ഫോണൊന്ന് റീചാർജ് ചെയ്തേക്കണം. പാണ്ടി, ഫോൺ വെച്ചിട്ട് പോടാ. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കണം. നിന്റെ ബ്രെയിനും കൂടി ഒന്ന് ചാർജ് ചെയ്യുന്ന ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ. അവനെവിടെ? ബാലു വന്നില്ല സാർ. സമാധാനമായി. ഇവിടെ ആകെ കുഴപ്പമായിരിക്കുക. ഇപ്പൊ അവൻ എവിടെ ഉണ്ട്? സാറിനോട് പറയാതിരിക്കുന്ന എങ്ങനെയാ? ബാലു ഒരു പ്രേമത്തിൽ കുടുങ്ങിയിരിക്കുക. പ്രേമോ? പെണ്ണേതാ? അത് വെറും പെണ്ണൊന്നുമല്ല സാർ, ഒരു സന്യാസിന്റെ കുട്ടിയാ. സന്യാസിനിയോ? എന്തൊരു ജീവിതമായത്. ഒരുപിടി ചോറില് ഇത്തിരി മീൻകറിയും കൂട്ടിക്കുഴച്ച് തിന്നിട്ട് എത്ര നാളായെന്നറിയോ? വാ, ഓർത്തിട്ട് കൊതി വരണം. എന്തൊരു നീ നോക്കണത് അല്ലേ? ചോദിച്ചു കേട്ടില്ലേ? എത്ര സുന്ദരിയാ നീ. ചെറിയ കണ്ണുകള്, ഓറഞ്ച് പോലത്തെ ചുണ്ടുകള്. വൈശാലി, ഒറ്റത്തവണ കണ്ണാടിയിൽ മുഖം നോക്കാൻ തോന്നിയാൽ ചുണ്ടുകൾക്ക് ചുവപ്പ് പോരാന്ന് തോന്നും, കണ്ണുകളിൽ മഷി എഴുതണമെന്ന് തോന്നും, പൊട്ടുകുത്തണമെന്ന് തോന്നും. അതൊടുവിൽ എല്ലാ അനർത്ഥങ്ങൾക്കും കാരണമാകും. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കണ്ണാടി വയ്ക്കാത്തത്. ജൽദി ലോട്ട് കരോ, ജൽദി.
എവിടെ നോക്കിയ ആപ്പിളാണ്. पैसा पैसा पूछते हैं काम करो ആപ്പിളിന്റെ ബിസിനസ്സാ? एक ആപ്പിൾ ബോക്സ് കിട്ടില്ല. हेलो आपका कितना ഓ, कितना ലോറി वाला माल ജാടയാണല്ലേ. तीना ഞാൻ ചോദിച്ചത് നിങ്ങളോടാ. ഹലോ, നീ എവിടുത്തുകാരനാടാ? ആ ലെവലാതി വലിയൊരു മുതലാളി വന്നിരിക്കുന്നു. ആപ്പിള് കണ്ടുപിടിച്ച് ഇവനാന്നാ വിചാരം. ഇവൻ ആരടാ? ആദാമിന്റെ അളിയന്. പോയി തൊലയടാ. നിങ്ങൾ എന്തിനാ ഇത്ര ഹേർട്ടിങ് സംസാരിക്കുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ വെറും നോൺസെൻസ് ആണല്ലോ. ടു മച്ച് നോൺസെൻസ്. ഒരു ദിവസമെങ്കിലും ആരോട് സംസാരിക്കാതിരിക്കും. ജസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആൻ ഉപാസന. നോൺസെൻസ് ഒക്കെ താനേ കുറയും. എന്താ അനിയ, ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നീ എന്തോ ചോദിച്ചായിരുന്നല്ലോ. ഓഫ്കോഴ്സ് നീ എന്നെ ചീത്ത പറഞ്ഞു. ഒരു മലയാളി പയ്യനാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാ? തിരിച്ചു പോകാൻ കാശില്ലെങ്കിൽ പറ, നമ്മുടെ ലോഡ് 3 എണ്ണം പോകുന്നുണ്ട്, കേട്ടി വിടാന്നേ. പിന്നെ എന്ത് വേണമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോ ചോദിച്ചത് എന്താ പറയുന്നേ? നിക്കടാ, നീ എന്താ എഴുന്നേറ്റ് പൊക്കളയുന്നത്? എന്താടാ, ഞാനൊരു കത്തിയാണെന്ന് തോന്നി നിനക്ക്? ഇവിടെ 30 വർഷമായി ആപ്പിൾ ബിസിനസ് ചെയ്യുന്നവനാ ഞാൻ. എന്താ ആരാണെന്നോ ഞാൻ? ഇവിടെ ഓരോരുത്തരോടും ചോദിച്ചു നോക്കടാ ഞാൻ ആരാണെന്ന്. നിനക്ക് മര്യാദയൊന്നുമില്ലേ? എടാ, എന്താടാ സംസാരിക്കാത്തത്? ഞാൻ കിടന്ന് കുരയ്ക്കുന്ന കണ്ടില്ലടാ. നിന്നെ നാം ഇറങ്ങിപ്പോയടാ. സംസാരിക്കടാ, സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കടാ. എടാ, എന്നെ വെറും മറ്റവനാക്കുന്നോടാ. നീ സംസാരിക്കാതെ പോയാൽ ഈ മോന്ത ആപ്പിൾ ചതയ്ക്കുന്നത് പോലെ ചവിട്ടി ചതയ്ക്കും. ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നതാ നല്ലത്. സംസാരിക്കുന്നോ പല്ലടിച്ച് കൊഴിക്കണോടാ. ഇതെന്താ പാറക്കല്ലോട്ടുള്ള ഇടിയാ? എനിക്കറിയാം നീ ആ ബാലഗോപാലിനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ല മാതാജി. അല്ല, നിന്റെ കണ്ണുകളിൽ അത് കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ വേദന ഞാൻ അറിയുന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നുമില്ല. അടക്കി നിർത്തുകയാണ് നീ കണ്ണുനീര്. കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരയ. ഞാൻ കരയൊന്നുമല്ല. നിന്റെ ഉള്ളിലെ മോഹങ്ങൾ അടിച്ചമർത്തി ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. നീ ചെറുപ്പമാണ്. ആസ്വദിക്ക്, ജീവിക്ക്. അവനെ തന്നെ വിവാഹവും കഴിക്ക്. കുടുംബിനിയാക്, അമ്മയാക്. അവനൊരു കൊള്ളരുതാത്തവനാണെന്ന് തോന്നിയാൽ ഇവിടേക്ക് തന്നെ തിരികെ പോര്. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളവനൊന്നും അല്ല. പിന്നെ എങ്ങനെയുള്ളവനാ? നല്ല മനുഷ്യന് മാതാജി. എങ്ങനെ വിശ്വസിക്കും? എനിക്കത് ഉറപ്പുണ്ട്. അവൻ സ്ഥലത്തുണ്ടോ, തിരിച്ചു പോയോ? എനിക്കതറിയില്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടാവും. ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ സംസാരിക്കും. ഇതാ വിസിറ്റിംഗ് കാർഡ്. നീ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പനും. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. വൈശാലി, നീ അന്വേഷിക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇവന്റെ അല്ലേ? വൈശാലിയെ, യവൻ തിരിച്ചു പോയിട്ടൊന്നും ഇല്ലായിരുന്നു. 2 ദിവസമായിട്ട് യവൻ ഈ ആശ്രമത്തെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുമായിരുന്നു. അല്ല പിള്ള, ഈ ചെല്ലക്കിളിയെ നിനക്ക് തന്നാ നീ എന്തരെയും? ആ, എന്റെ അപ്പച്ചോ, നീ അവളെ കൊണ്ടുപോയി വിറ്റ് കളയുന്നു. എന്തേലും കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്ന? അയ്യടാ, കല്യാണം കഴിക്കുമെന്നാ? എന്റെ പൊന്ന് മാമനവ്രത, നിനക്ക് വേണ്ടിയാ. നോക്കു കുട്ടി, വൈശാലി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇനി മുതൽ അവളൊരു സന്യാസിനിയല്ല. നാളെ രാവിലെ ആശ്രമത്തിലേക്ക് വന്നാൽ ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കാം. അരെ